ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി ആരംഭിക്കുകയാണ്. രാത്രിയോടുകൂടിയാണ്, ഒരു 11:55 തുടങ്ങി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ദിവസം മുതൽ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും പാപമോഷവും എല്ലാം ഉണ്ടാവുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എങ്ങനെയാണ് വ്രതം എടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു തിന്മയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗത്തായിട്ട് നന്മ ജനനം എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നമ്മുടെ കംസനെ, അസുരഗണത്തിൽപ്പെട്ട കംസനെ വധിക്കാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ 8ാമത് അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് രാത്രിയോടുകൂടി ആരംഭിക്കുന്നത്. ഇന്ന് ഭഗവാന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. സപ്തമി ദിനത്തിൽ ആരംഭിച്ച് അഷ്ടമി ദിനത്തിൽ തുടർന്ന് നവമി ദിവസം രാവിലെ അവസാനിപ്പിക്കും. നവമി ദിവസം പുലർച്ചെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ച ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങുവാണ്. അതായത് ഇന്ന് സപ്തമി ദിനമാണ്. രാത്രിയോടുകൂടി ഒരു 11:55 കൂടിയാണ് ആരംഭിക്കുന്നത്. പിന്നെ നാളെ രാത്രി 9:35 വരെയാണ് സമയമുള്ളത്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം എടുത്തു തുടങ്ങുവാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ മാംസങ്ങളൊക്കെ ഒഴിവാക്കുക, അരി ഭക്ഷണം ഒഴിവാക്കുക, പാല്, പഴം, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നെയ്വിളക്ക് കൊളുത്തുവാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഭദ്രത കൈവരുമെന്നാണ് വിശ്വാസം. പിന്നെ മറ്റു വഴിപാടുകൾ എന്ന് പറയുമ്പോൾ പാൽപ്പായസം, ത്രിമധുരം, അതുപോലെ തന്നെ കദളിപ്പഴം, തുളസിമാല, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട താമര, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതും ഭഗവത് പ്രീതിക്ക് അനുകൂലമാണ് കേട്ടോ. കൂടാതെ അർച്ചനകളാണ് ഈ ഭാഗ്യസൂക്തം. ഈ ജന്മാഷ്ടമി ദിനത്തിൽ സന്താന ഭാഗ്യം ഇല്ലാത്ത ആളുകൾക്ക് സന്താന ഗോപാലാർച്ചന ചെയ്യുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ് കേട്ടോ. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഒരു മൂലമന്ത്രമായിട്ടുള്ള ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ഒരു മൂലമന്ത്രമുണ്ട്. അതും കൂടി നമ്മൾ ജപിക്കുവാണെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള ദോഷം കുറഞ്ഞു കിട്ടുമെന്നാണ് വിശ്വാസം കേട്ടോ. അപ്പോൾ നമ്മൾ അഷ്ടമി നാളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി പിറ്റേന്ന് രാവിലെ നവമി ദിവസമാണ്. പുലർച്ചെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി തുളസി തീർത്ഥം കഴിച്ച ശേഷമാണ് നമ്മൾ ആ വ്രതം അവസാനിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമുക്ക് 2 നേരം അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണും. വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.